വെൽക്കം ബാക്ക്. വിൽ ബി റൈറ്റ് ബാക്ക്. വല്ലം കിട്ടിയോ? നിങ്ങളെ വെച്ച് കിട്ടില്ലാന്ന് തോന്നുന്നു. സ്നേഹമാണ്. ഇവിടെ ശരിക്കും നമ്മൾ എന്തിനാ വന്ന്? ഷോപ്പിംഗ് ചെയ്യാൻ വന്നു. ഭയങ്കര പിക്കി ആയിരിക്കുന്നു. ഒന്നും മേടിക്കാൻ പറ്റില്ല. തുറക്കാനേ പറ്റില്ല. അവിടെ നോക്കി നോക്കിയിട്ടുണ്ട്. കാണുന്നതെല്ലാം ടേസ്റ്റ് ഉണ്ടാവണമെന്ന് പറയാൻ പറ്റും. സ്ലോ ആയിട്ട്. ഹായ് ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അതെ, സോ ഇന്ന് സൺഡേ ആണ്. ഇന്ന് ആക്ച്വലി എനിക്ക് ഓഫ് ആയിരുന്നു. സ്നേഹമോൾക്ക് ഇന്ന് വർക്കിംഗ് ഡേ ആയിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് പുള്ളിക്കാരിയും എന്താ പറയാ വർക്ക് ഫ്രം ഹോം എടുത്തു. ഇപ്പൊ എന്താ ഇപ്പൊ 6:30 ആയി. അപ്പം ജസ്റ്റ് ഒന്ന് പുറത്തു പോയി നല്ല ഷോപ്പിംഗ് ഉണ്ടെങ്കിൽ അത് നമുക്ക് നോക്കാം. ഞാൻ ലുലുവിനെ കണ്ട ലുലു ഈവനിങ് വാക്കിന് വേണ്ടി പോവാണ്. ഇങ്ങനെ നമുക്ക് പോവാം. ഫസ്റ്റ് എവിടെ പോകുന്നത്? ഒരേ സ്ഥലം അന്ന് ലുലു മോൾ പോയല്ലോ. അത് ഒമാൻ അവന്യൂസ് മോളാണ്. ഇത് മോൾ ഓഫ് ഒമാൻ. അത് മോസ്റ്റ്ലി എക്സ്പാറ്റ്സ് ഇരിക്കുന്ന സ്ഥലമാണ് ഒമാൻ അവന്യൂസ് മോൾ. മോസ്റ്റ്ലി മല്ലൂസ് ഒക്കെ വരുന്ന സ്ഥലം. ഇവിടെ മോസ്റ്റ്ലി ഒമാനീസ. അതെന്തുകൊണ്ടാണ് എനിക്കറിയില്ല. പക്ഷെ ഇത് പുതിയ മോളാണ്. ഇപ്പൊ തുറന്നത് ഒരു 1 year ആയിട്ടുണ്ടാവുള്ളൂ. 1-2 years ആയിട്ടുണ്ടാവുള്ളൂ. നമുക്ക് അങ്ങോട്ടോ ഈ കളർ കൊള്ളാല്ലേ? BTS. വെൽക്കം ബാക്ക്. അതൊക്കെ ഇടണ്ട. സോ എന്റെ കീ ഉള്ളിൽ വെക്കണം. ഒരേ മിനിറ്റ്. വിൽ ബി റൈറ്റ് ബാക്ക്. ക്യൂളിൽ വെച്ചോ? എല്ലാം വെച്ചു. ഇങ്ങനെ മറന്നു. വല്ലം കിട്ടിയോ? നിങ്ങളെ വെച്ച് കിട്ടില്ലാന്ന് തോന്നുന്നു. വിന്റർ വെയർ സ്റ്റോറിലല്ലേ? അതിൽ നമ്മൾ എവിടെ എത്തിത്തീർന്നു? എല്ലാ ദിവസവും പിന്നെ ഷവർമ അതും ചീറ്റ് മീലാണ്. സോറി, ഐ കാൻറ്റ് ഹെൽപ്പ് ഇറ്റ് ദിസ് ടൈം. കേട്ടില്ല. ഡയറ്റ് ഇരിക്കുന്നോണ്ട് ഷെയർ ചെയ്തു. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചോണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞുണ്ടല്ലോ, ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയതാ. ഫൈനലി ഇതാ വന്നെത്തിയത് KFCയിലാണ്. നാട്ടിലെക്കാട്ടും കുറച്ച് ഡിഫറെന്റ് പോലെ. ഞാനല്ലോ ഇതിന് പെപ്സിനെ കുറിച്ചിട്ട് വർഷങ്ങളായിരുന്നു കേട്ടോ. കോൾഡ് വരാൻ പോകും. ടച്ച് ഇട്ട് ഇവിടുത്തെ ചിക്കൻ ഉണ്ടല്ലോ, നാട്ടിലത്തെ ചിക്കൻ്റെ ടേസ്റ്റിനെക്കാട്ടും ഡിഫറൻസ് ഉണ്ട്. ഇവിടെ ബ്രോസ്റ്റഡ് കിട്ടും. സൗദി ബ്രോസ്റ്റഡ് ലൈക്ക് ഇത് ചിക്കൻ ഇതേപോലെ ആയിരിക്കും. എന്നിട്ട് ഗാർലിക് പേസ്റ്റ്, ഫ്രഞ്ച് ഫ്രൈസ്, കുബൂസ്, പിന്നെ മറ്റേ പിക്കിൾസ്, മറ്റേ സോൾട്ടഡ് പിക്കിൾസ്, ക്യാരറ്റ്, ഹാലപ്പിനോ. അതൊക്കെ തന്നിട്ടില്ല. പക്ഷെ സോസ് നിങ്ങൾ പറഞ്ഞ ചിക്കന് നിങ്ങൾ മറ്റേ പറഞ്ഞതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കിട്ടും. അതെൻ്റെ ഓഫീസിൻ്റെ പിന്നാമ്പുറത്തുണ്ട്, റൂവിൽ. നമ്മൾ റൂവിൽ പോകുമല്ലേ, പോയി കഴിയാം. ഇപ്പം ടൈം ഓൾമോസ്റ്റ് 7:34. ചൂട് നോക്കി ചൂട് നോക്കി. നമ്മൾ ചെന്നൈ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഇവിടെ മസ്കറ്റ് വന്നിട്ട് ടോട്ടൽ 2 കിലോ കൂടി. 78 ആയിരുന്നു. ഇവിടുന്ന് പോകുമ്പോൾ 2 കിലോ കൂടി. ഇപ്പം ഡെയിലി ഉണ്ടല്ലോ, ഡേറ്റ് നോക്കിയിട്ടാ ഫുഡ് കഴിക്കുന്നത്. താങ്ക് യു. നേരെ അച്ഛനും വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കാര്യം രസീന്ന് ഇങ്ങോട്ട് വിളിക്കുക. അപ്പൊ നമുക്ക് കഴിച്ചിട്ട് താഴേക്ക് പോകാം. അങ്ങനെ KFC കഴിച്ചു. അടുത്ത് എന്താ കയ്യിലെന്ന് നോക്കാം.
കുനാഫ എടുത്തിട്ടുണ്ട്. ചോക്ലേറ്റ് കാരമൽ ആൻഡ് ചോക്ലേറ്റ് ഐസ്ക്രീം. മിക്കവാറും എൻഗേജ്മെന്റിന്റെ ടൈമിൽ രണ്ടൊരു റൗണ്ട് ആയിട്ട് ഇരിക്കുന്നുണ്ടോ? ചാൻസ് ഉണ്ടോ? സ്നേഹമാണ്. ഇവിടെ ശരിക്കും നമ്മൾ എന്തിനാ വന്ന്? നിങ്ങളെ ഷോപ്പിംഗ് ചെയ്യാൻ വന്നു. ഭയങ്കര പിക്കി ആയിരിക്കുന്നത് ഒന്നും മേടിക്കാൻ പറ്റില്ല. ഇവിടെ ആക്ച്വലി ഉണ്ടല്ലോ മിക്കതും വിന്റർ വെയർസ് ഇപ്പോഴും ഉള്ളത്. പിന്നെ ഭയങ്കര തിക്കായിട്ടുള്ള അത് നാട്ടിലേക്ക് കൊണ്ടുപോയാൽ ഞാൻ ആക്ച്വലി ഭയങ്കര സ്വെറ്റ് ചെയ്യും. അപ്പോൾ അതും കൂടെ ഇടുമ്പം പിന്നെയും ചൂടെടുക്കും. അത് നോക്കാം. ആരെങ്കിലും ഷോപ്പിൽ ഉണ്ട്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. നല്ല ഇഷ്ടപ്പെട്ടോ? നോക്കാം. നമുക്ക് ഒരുക്കി കൂടെ വന്നിട്ട് ചെക്ക് ചെയ്തിട്ട് മേടിക്കാം. ഉണ്ട്. കുനാഫ ചോക്ലേറ്റിന്റെ ടേസ്റ്റ് ചെയ്യാം. നാട്ടില് ആക്ച്വലി വലിയ ടേസ്റ്റിലായിരുന്നു കേട്ടോ. നാട്ടിൽ നിന്ന് ട്രൈ ചെയ്യുമ്പം അല്ല നാട്ടിൽ കാണിച്ചു കൊടുത്ത് ഇത് ആ ബ്രാൻഡ് അച്ഛൻ വർക്ക്സ് ഇൻ ആ ബ്രാൻഡിന്റെ പക്ഷേ ഇവരതൊരു കമ്പനി ചെയ്ത് കൊടുക്കുന്നത് ഇവരുടെ ബ്രാൻഡിങ് ചെയ്ത്. പക്ഷേ ഇതിന്റെ ക്വാളിറ്റി സൂപ്പർ ആയിട്ടുണ്ടാവും. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. എനിക്ക് തോന്നുന്നു ഇത് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. പക്ഷെ അടിക്കൊല്ലാം പറഞ്ഞ വിട്ട് എനിക്ക് അടിപൊളി പിന്നെ അടിപൊളി. ഓക്കെ, ഇതാണ് അടിപൊളിയാണെങ്കിൽ ഞാൻ പറയാം. യൂഷ്വലി അത്ര സ്വീറ്റ് കഴിക്കത്തില്ല. പക്ഷേ ആരെങ്കിലും മീൻസ് കൂടെ ഇരിക്കുന്ന ആരെങ്കിലും കഴിക്കുമ്പോൾ മാത്രമേ എനിക്ക് ക്രേവിങ്സ് വരാറുള്ളൂ. അല്ലാതെ ബാക്കി ടൈമൊന്നും വരത്തില്ല. ഇപ്പൊ ഉണ്ടല്ലോ ചായ കുടിക്കാൻ തുടങ്ങി പിന്നെ വേറെ എന്തൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. ഫുഡ് ഹാബിറ്റ്സ് എനിക്ക് തോന്നുന്നു ചില നല്ല ഹാബിറ്റ്സ് നബീദിന്റെ അടുത്തുണ്ട്. ചില കുറച്ച് മോശം ഹാബിറ്റ്സ് ഒക്കെ ചായ കുടിക്കുന്നത് ഇതൊക്കെ നബീദ് കൊടുക്കും. രാവിലെ ഉണ്ടല്ലോ ഹാഫ് കപ്പ് ടീ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. എനിക്ക് അറിഞ്ഞൂടെ എന്തായി തീരുമെന്ന് നമുക്ക് നോക്കാം. പക്ഷെ അതിന് ഇത് ചെയ്യണ്ട. യൂസ് ആക്കണ്ട. ലാസ്റ്റ് 2-3 years ആയിട്ട് യൂസ് ആയിരുന്നു. കോഫി യൂസ് ആയിരുന്നു. പക്ഷെ കോഫി ഭയങ്കരമായിട്ട് സ്നേഹം കുടിക്കായിരുന്നു. അത് പുള്ളിക്കാരി സ്വയം വേണ്ടെന്ന് ഞാനൊന്നും പറഞ്ഞിട്ടില്ല, സ്വയം നിർത്തിയതാണ്. പക്ഷെ അതിൽ നിന്ന് ടീ മാറി. പക്ഷെ ടീ എത്ര ദിവസം കുടിക്കാൻ നോക്കാം. ഇഷ്ടപ്പെടുന്നെങ്കിൽ കുടിക്കുക, ഇല്ലെങ്കിൽ കട്ട് ചെയ്യാം. നേരെ അച്ഛനും മോളിൽ വന്നിട്ടുണ്ടായിരുന്നു. സ്നേഹ ഫോണ് കുറെ വിളിച്ചു, പക്ഷെ സൈലന്റിലായിരുന്നു. എന്തായിരുന്നു അറിഞ്ഞൂടാ. നമ്മള് ഒന്നും കേട്ടില്ല. ഓ തുറക്കണോ? അല്ലെങ്കിൽ ട്രൈ ചെയ്യാം. ഇപ്പൊ ഐസ്ക്രീമിന്റെ ടേസ്റ്റ് നോക്കെങ്കിൽ ട്രൈ ചെയ്യാം. സ്വീറ്റ്നെസ് അറിയില്ല. ഇത് മെൽറ്റ് ആയി പോകും. പിന്നെ തുറക്കാനേ പറ്റില്ല. അവിടെ നോക്കി ഭയങ്കര ഹാർഡാ. ഞാൻ പറഞ്ഞിട്ട് പാക്കേജിങ് പ്ലീസ് മാറ്റെന്ന് പറഞ്ഞിട്ട്. എത്ര ഡിഫിക്കൽട്ട് ആയിട്ടുണ്ടെന്ന് കണ്ട. ഇതെനിക്ക് യൂസ്ഡ് ആയിട്ട് മറ്റേ ആൾക്കാരെയും തുറക്കണമെങ്കിൽ ഇനി കഷ്ടപ്പെട്ടുണ്ടാവും. പക്ഷെ അത് അവിടെ വെച്ച് പക്ഷെ നിങ്ങൾ കഴിക്കുന്ന റിയാക്ഷൻ വീഡിയോ സ്പ്ലിറ്റ് ചെയ്ത് നടുക്ക് ഗ്രീൻ അങ്ങനെ സ്പ്ലിറ്റ്. പക്ഷെ ഇതാണ് ഫ്രണ്ട്. പക്ഷെ ഇത് കഴിച്ചു നോക്കി. കാണുന്നതെല്ലാം ടേസ്റ്റ് ഉണ്ടാവണമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇത് കാണാൻ സൂപ്പർ അല്ലെങ്കിൽ ടേസ്റ്റ് സൂപ്പറാണ്. ഇപ്പൊ നിങ്ങളെ കാണിക്കണം. റിവ്യൂ വായിൽ കുറച്ചേരം വെക്കും. കടിച്ച് മുങ്ങി വെക്കില്ല. കുറച്ച് നേരം എന്ത് കുറച്ച് രസിച്ച് കഴിക്കണം. മെൽറ്റ് ചെയ്യാൻ വെക്കുന്നു വായിലും. കൂടുതലും ചോക്ലേറ്റിന്റെ സ്ലോ ആയിട്ട്
അവിടെ കുനാഫ കഴിച്ചത് ബെറ്റർ ആണ്. അവിടുത്തെ കാര്യം ബെറ്റർ ആയിട്ടുണ്ട് ഗൈസ്. സൂപ്പർ ആയിട്ടുണ്ട്. ചാവക്കാൻ പറ്റത്തില്ല. സ്ലോ ആയിട്ട് കഴിച്ചു വിട്ട പിന്നെ ഒന്നും ടേസ്റ്റ് അറിയില്ല. എങ്ങനെയുണ്ട്? ചോക്ലേറ്റ് ക്വാളിറ്റി നന്നായിട്ടുണ്ടോ അല്ലേ? ആക്ച്വലി ക്വാളിറ്റി ഫീൽ ആവാൻ പറ്റുന്നുണ്ട്, ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നു. ഇതെനിക്ക് അറിയാതൊന്നും പകുതിയില്ല, 6 പീസ് ഉണ്ട്, 2 പീസ്. അപ്പൊ ഇഷ്ടപ്പെട്ടു അല്ലേ? നന്നായിട്ടുണ്ടല്ലേ? ഇത് നാണമ്മ ചണ്ടിട്ട് കഴിയും. അച്ഛൻ എനിക്കൊന്ന് തരും, അമ്മ കൊന്നു തരും. ചണ്ടിടാൻ പാടില്ല പറഞ്ഞിട്ട്. ഇതൊരു ബ്രാൻഡ് ഒന്നും അല്ല, ലൈക്ക് അച്ഛന്റെ ഷോപ്പില് വിൽക്കുന്നതാണ്. പക്ഷെ ഇതിന്റെ ക്വാളിറ്റി നന്നായിട്ടുണ്ടോ? കഴിക്കണം ടിറ്റിയും ലൈക്ക് കറക്റ്റ് ആയിട്ടുണ്ടോ? എനിക്കിപ്പോ കൂട്ടർ കഴിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. രണ്ടെണ്ണം എടുത്തിട്ട് അല്ല, ഹലോ 2 പീസ് ഉണ്ട്. ഫുള്ളെടുത്ത് വാലിട്ടു. പിന്നെ പാതി എടുത്തിട്ട് പാതി വേണം. പപ്പടം അവിടെ ഇരിക്കുക. ഇഷ്ടപ്പെട്ട അടിപൊളിയാണോ? ഇല്ല കൊല്ലം. അടിപൊളി അടിപൊളി. അച്ഛൻ തരുമ്പോഴേ സ്നേഹയുടെ ഫേവറേറ്റും പറഞ്ഞാ തന്നത്. ഞാൻ അമ്മയുടെ ഫേവറേറ്റ് ആണ്, അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി തന്നെന്ന് വിചാരിച്ചത്. അമ്മയുടെ ഫേവറേറ്റ് എന്നെക്കാട്ടിലും അമ്മക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷെ അമ്മയുടെ പല്ല് വരുന്നോണ്ട് നമ്മൾ കൊടുക്കുന്നു. സ്നേഹ അമ്മയും സ്വീറ്റ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള പേഴ്സൺ ആണ്. അതുകൊണ്ട് എനിക്കും എന്റെ ബ്രദർ മാത്രം സ്വീറ്റ് ക്രേവിങ്സ് ഇല്ലാത്തത്. ഞങ്ങൾ 2 പേർ ചോക്ലേറ്റ് കിട്ടിയ അമ്മ കൊണ്ടുപോയി കൊടുത്തോ ചെറിയ വയസ്സിൽ തന്നെ. എനിക്ക് ഇല്ലായിരുന്നു, പക്ഷെ എങ്ങനെയാണെങ്കിൽ അതും സ്റ്റാർട്ട് ആവാൻ തോന്നുന്നു കേട്ടോ. ഈ വ്ലോഗ് കണ്ട അച്ഛ കണ്ടിട്ട് അച്ഛ അബി പോണവർക്ക് മേടിച്ചു കൊടുക്കും തോന്നുന്നു. ഓൾറെഡി ഐസ്ക്രീം ഒക്കെ കിട്ടി. എനിക്ക് തോന്നുന്നു അബി ഒരു 2 കിലോ മിനിമം ചാൻസ് ഇല്ല. ഇപ്പൊ ഉണ്ടല്ലോ, രാവിലെ എണീക്കുമ്പം വെയിറ്റ് നോക്കും, രാത്രി ഉറങ്ങുമ്പോ വെയിറ്റ് നോക്കണോ? കുറയുന്നില്ല, ഇപ്പൊ ഇങ്ങനെ സ്റ്റേബിൾ ആയി പൊയ്ക്കൊണ്ടിരിക്കുക. പക്ഷെ എൻഗേജ്മെന്റിന് മുമ്പ് ഹാർഡ്ലി ഇപ്പൊ തന്നെ ഡിസംബർ ആയി, ഫെബ്രുവരി ആ ടൈം മുമ്പ് 78-ലെങ്കിലും എത്തണം. നോക്കിപ്പം എന്റെ ടാർഗറ്റ് ഐ തിങ്ക് 56.5 or 57. എത്രയാ? 60 ആ? 59 ബാക്കി പോയിന്റ്സ് ഒക്കെ അത് നൈറ്റ് ചെക്ക് ചെയ്യുമ്പോൾ പോയിന്റ്സ് ആയിട്ടുണ്ട്. പക്ഷെ 59 58 56 57 ആവണം. കുറയ്ക്കാൻ പറ്റുമോ ഒരു മാസം കൊണ്ട്? 1 വീക്കിൽ കുറയ്ക്കാൻ പറ്റും. അതൊക്കെ ഈസിയാ. അഭിയിരിക്കുന്നോണ്ടാണ് കഴിച്ചോണ്ടിരിക്കുന്നത്. ഹലോ 65 നിന്ന് 59 58 ആക്കി. അഭി പറഞ്ഞു ചാലഞ്ച് ചെയ്യാം, 58 ആവൂല്ലേ നോക്കാം, എന്നെ കാണുന്ന മുമ്പെന്ന് പറഞ്ഞു. 58 ആയിട്ട് വന്നു. വെയിറ്റിംഗ് മെഷീൻ എടുത്തിട്ട് വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ എയർപോർട്ടിൽ എടുത്തിട്ട് വന്നില്ല. എന്നാ 58 ആയി, തോറ്റുപോയി. അതുകൊണ്ടാ. പക്ഷെ അഭി 6 പാക്സോടെ വരാൻ പറഞ്ഞിട്ടുണ്ട്. അത് എവിടെ പോയി? ബിരിയാണി പാക്ക്, എല്ലാവർക്കും 6 പാക്ക് ഉണ്ട്. ബിരിയാണി പാക്ക്. അപ്പൊ എനിക്ക് 6 പാക്ക് ഉണ്ട് അല്ലേ? ഇല്ല, പെണ്ണുങ്ങൾക്ക് യൂഷ്വലി 6 പാക്ക് വരുമോന്ന് എനിക്ക് അറിയത്തില്ല. എല്ലാരുടെ ഉള്ളുണ്ട് ഇവിടുന്നല്ലേ? അപ്പൊ എന്റെ ഉള്ളുണ്ടല്ലോ 6 പാക്ക്. അതെനിക്ക് ഷുവർ അല്ല. എല്ലാരും അകത്താണ്, പക്ഷെ അതൊരു പ്രൊട്ടക്റ്റീവ് ലെയറിൽ കവർ ചെയ്ത് ചെറിയ ഫാറ്റ്. ബേസിക്കലി ആ പ്രൊട്ടക്റ്റീവ് ലെയർ ഫാറ്റ് ആണ്, വേറെ ഒന്നും നോക്കാം. പക്ഷെ 6 പാക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും ഭയങ്കര പാടാണ്. ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ വേണ്ട. ഇല്ല, സീരിയസ് ആയിട്ട് ഇഷ്ടപ്പെട്ടു. സീരിയസ് ആയിട്ട് ഇഷ്ടപ്പെട്ട് വീക്ക്ലി വൺസ് വല്ലതും നോക്കാം. അത് ബാബി പറയുന്നത് വലിയ കാര്യമാണ്. ഐസ്ക്രീം കഴിച്ചാലും സ്വീറ്റ് കൊണ്ടാടും. ഇതിന്റെ കാരമലും ഇതിന്റെ അടിയിലൊരു ചോക്ലേറ്റ് സ്കൂപ്പും കൂടെ ഉണ്ട്. അമ്മക്ക് മാത്രമേ കൊടുക്കണം.
സ്നേഹ അമ്മയ്ക്ക് ലൈറ്റായിട്ട് പല്ല് വേദന വന്നു. അതുകൊണ്ട് നമ്മളെ ശ്രുതി ഡോക്ടറിനെ വിളിച്ചു അല്ലേ? ശ്രുതി ഡോക്ടർ മരുന്ന് എഴുതി തന്നു. ഇപ്പൊ മേടിച്ചു അച്ഛൻ, സ്നേഹ അച്ഛൻ മേടിച്ചു നോക്കിയോ. അപ്പൊ ഇവിടെ സൗദി പോയിട്ട് പാർക്കിന് പേയ്മെന്റ് കൊടുക്കണ്ടല്ലോ. പക്ഷെ നമ്മള് കേരളത്തില് അവര് ഇപ്പം എല്ലായിടം പാർക്കിങ്ങിന് പേയ്മെന്റ് ചോദിക്കുന്നുണ്ട് കേട്ടോ. ചെന്നൈയിൽ എപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ചെന്നൈയിൽ ഭയങ്കര എക്സ്പെൻസ്. എല്ലാ മാളിലും പോയപ്പോ ഓൾമോസ്റ്റ് 200 അടുപ്പിച്ചാണ്. എത്ര 2 hours-നോ 160 അങ്ങനൊക്കെ ഉണ്ടാവും 4 hours. പക്ഷെ കേരളത്തിൽ എത്ര 30-60 അത്രയൊക്കെ ചോദിച്ചിട്ടുള്ളൂ എന്നാണ് എന്റെ മൈൻഡ് കുറച്ച് കുറവായിരിക്കും. പക്ഷെ ചെന്നൈ കുറച്ച് എക്സ്പെൻസീവ് നോക്കാം. ആക്ച്വലി ചെന്നൈ നമ്മള് ട്രിവാൻഡ്രത്തിന് വെച്ച് കമ്പയർ ചെയ്യുമ്പം കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷെ അവിടുത്തെ ഇൻകമും കൂടുതൽ ഹൈ അല്ലേ ചെന്നൈയിലോ? അതെ. പക്ഷെ ചെന്നൈനെക്കാട്ടിലും ഐ തിങ്ക് ബാംഗ്ലൂർ ആൻഡ് ഹൈദരാബാദ് ഇന്നും കൂടുതലാണ് തോന്നുന്നു കോസ്റ്റ് ഓഫ് ലിവിംഗ്. ഐ തിങ്ക് ഹൈയസ്റ്റ് ഹൈദരാബാദ് ഇല്ലെങ്കിൽ ബാംഗ്ലൂർ ആയിരിക്കും. സെക്കൻഡ് ബാംഗ്ലൂർ ആണ് തോന്നുന്നത്, ഷുവർ അല്ല. സൗത്തില് പറയണ പിന്നെ ചെന്നൈ, പിന്നെ കൊച്ചിൻ ആയിരിക്കും. കൊച്ചിന് മേ ബി എക്സ്പെൻസീവ് ആയിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇന്ന് നമ്മൾ അങ്ങോട്ട് സ്ട്രീറ്റ് വീട്ടിലേക്കല്ലേ? പിന്നെ അമ്മക്ക് മാത്രം കൊടുക്കണം. അമ്മയ്ക്ക് എന്തെങ്കിലും മേടിക്കണോ? വീട്ടിൽ ചെന്നിട്ട് ഇനി വൈഷനെ വിളിക്കണം. നോക്കാം. ഇപ്പൊ ഇവിടെ 9 o'clock അവിടെ 9 നാട്ടില് 10:30 അടുപ്പിച്ചായി. ഇനി വൈഷനെ വിളിച്ചിട്ട് നമ്മളെ എന്താ ഡെക്കറേഷനോ എന്തൊക്കെ ഇനിയും ഫിനിഷ് ചെയ്യാനുണ്ട്. അതും കൂടെ ഒന്ന് സെറ്റ് ആയാലേ ഒരു സമാധാനം സ്നേഹിക്ക് വരത്തുള്ളൂ. എനിക്ക് ഞാൻ ഇപ്പോഴേ ചില്ലാണ്. കുറച്ച് ചില്ലല്ല, പക്ഷെ ഓക്കെയാണ്. അതും കൂടെ നോക്കിയോ. അപ്പൊ നമുക്ക് വീട്ടിൽ കയറുന്ന മുമ്പേ കാണാം. ഞാൻ എന്റെ ഐസ്ക്രീം ഫിനിഷ് ചെയ്യാം. ഇങ്ങനെ ഐസ്ക്രീം ഫിനിഷ് ചെയ്ത് പാം. അതെന്താ ഓക്കെ. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. Do like, share and subscribe. Tata. Good night.